എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിട്ട് അയച്ചിരുന്ന 2010 മോഡൽ VXI പെട്രോൾ വണ്ടിയുടെ ഹെഡ് വർക്കും സ്റ്റാർട്ടിങ്ങുമാണ്. അപ്പോൾ ഹെഡൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ നമ്മളിതാ വണ്ടി സ്റ്റാർട്ടിങ് ആക്കി. നമുക്ക് ഈ വണ്ടി കസ്റ്റമർ തരുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു. എൻജിൻ ഓയിലിലേക്ക് വെള്ളം കയറിയിട്ട് വണ്ടി കംപ്രഷൻ ടൈറ്റായിട്ട് ഇഞ്ചൻ തിരിയാത്ത ലെവലിലാണ്. നമുക്ക് വണ്ടി സെൽഫ് അടിക്കുമ്പോൾ ഇഞ്ചൻ ചെറുതായിട്ടൊന്ന് തിരിയുക, അങ്ങനത്തെ ലെവലിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇഞ്ചൻ പൂർണ്ണമായിട്ടും സ്റ്റാർട്ടായാലാണ് നമുക്ക് അതിൽ നിന്നുള്ള സൗണ്ട്, മെയിൻ ബെയറിങ്ങിൻ്റെ അല്ലെങ്കിൽ കണക്ട് ബെയറിങ്ങിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിസ്റ്റൻ്റെ എന്തെങ്കിലും സൗണ്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ് ആവണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലല്ലാത്തൊരു വണ്ടിയാണ് നമ്മൾ അഴിച്ചത്. ഇങ്ങനെ എൻജിൻ ഓയിലിലേക്ക് വെള്ളം കയറിയിട്ട് മിൽക്കി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ്കറ്റ് എന്തായാലും മാറ്റണം. അപ്പോൾ നമ്മൾ ഹെഡ് അഴിച്ചിട്ട് ഹെഡ് നല്ലവണ്ണം ലെയ്ത്തിൽ കൊടുത്തിട്ട് ഹെഡ് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഓയിൽ പമ്പും നമ്മൾ അഴിച്ചു കൊടുത്തു. ഓയിൽ പമ്പിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് അത് മിൽക്കി ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ പമ്പും സർവീസിങ്ങിന് കൊടുത്തു. ഓയിൽ പമ്പും ഹെഡും നമ്മൾ ഗ്യാസ്കറ്റ് ഇവിടുന്ന് നമ്മൾ മാറ്റിയിട്ട് രണ്ടും കൂടിയിട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇഞ്ചൻ ടൈറ്റ് കാരണം കൊണ്ട് അതിലുള്ള വെള്ളം, ഇഞ്ചനിൽ വെള്ളം ഉള്ളതുകൊണ്ട് തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചൻ തിരിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ പിസ്റ്റനും അതിൻ്റെ സിലിണ്ടറും ആ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം പേപ്പറിൽ ഉരച്ചിട്ട് നല്ലവണ്ണം ക്ലീനാക്കിയിട്ട് ഇഞ്ചിനെ നമ്മൾ നല്ലവണ്ണം ഫ്രീ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ്കറ്റും ഹെഡും ഫിറ്റ് ചെയ്തത്. ഓയിൽ പമ്പും നമ്മൾ ഫിറ്റ് ചെയ്ത് വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു, പോരാത്തതിന് വണ്ടി എൻജിൻ ഭയങ്കര ജാമുമായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റും ഹെഡും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്തതാണ്. നമുക്കത് 100% സക്സസ് ആയി. വണ്ടി വളരെ സൈലൻറ്റുമാണ്, വളരെ ക്ലിയറുമാണ്. അതേപോലെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ മറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വാണിംഗ് സിഗ്നലോ കാര്യങ്ങളൊന്നുമില്ല. റൈസ് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ അടുത്ത വണ്ടിയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.